പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 56 വാക്യം. ഭൂതലത്തിലൊക്കെയും ക്ഷാമം കഠിനമായി. യോസഫ് തൻ്റെ പാണ്ടികശാല തുറന്നു ധാന്യം മിസ്രയീമ്യർക്ക് വിറ്റു. പ്രിയമുള്ളവരെ, 17 വയസ്സ് പ്രായമുള്ള ഒരു യോസഫ് സഹോദരന്മാരാൽ പഴിക്കപ്പെട്ടവനായി ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ പിതാവ് കോപിച്ച് ജീവിതത്തിൻ്റെ ദുഃഖവേള എന്ന പോലെ മിസ്രയീമിലേക്ക് യാത്ര പോവുകയാണ്. മിസ്രയീമിൽ കടന്നു ചെന്നിട്ടും താൻ ചെയ്തിട്ടില്ലാത്ത പല കുറ്റത്തിനും തടവറ തന്നെ നോക്കിയിരുന്നു. നീണ്ട 13 വർഷക്കാലം ജീവിതത്തിൽ കഠിനശോധനയുടെയും ഒറ്റപ്പെടലുകളുടെയും നിരാശകൾ എന്ന പോലെയുള്ള അനുഭവങ്ങളുടെ അവസ്ഥയായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ ഭക്തനെ ചില പ്രത്യേക ഉദ്ദേശത്തിനായി സൂക്ഷിച്ചിരുന്നത് കൊണ്ട് തക്ക സമയത്ത് അന്യദേശത്തൊരു പാണ്ടികശാലയുടെ ഉടമയാക്കി യോസഫിനെ തീർത്തു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിങ്ങൾ ഇന്ന് തടവറയിലായിരിക്കുന്നുവോ? വേദനയും സങ്കടവും വിശപ്പും സഹിക്കുന്നുവോ? നിശ്ചയമായും യോസഫിനെ മാനിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ദൈവം ചെയ്തുവെങ്കിൽ, നമുക്ക് വേണ്ടി അത്ഭുതകരമായ വാതിലുകളെ തുറന്ന് ചില പാണ്ടികശാലകളുടെ ആത്മാക്കളുടെ കളത്തിൻ്റെ ഉടയവരാക്കി ഭൗമിക നന്മയെ അളന്നു കൊടുക്കുവാൻ കഴിവുള്ളവരാക്കി നമ്മെ മാറ്റുന്നൊരു ദൈവം ജീവിക്കുന്നു. ആമേൻ.